നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം പ്രൊഫസർ കോന്നി ഗോകുമാർ. ഇസ്രയേലിന്റെ ഓരോ യുദ്ധഗതിയും വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ലെബനനിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അവർ ഏറെക്കുറെ പൂർണ്ണമായി തകർത്ത നിലയിലാണ്. ഇന്ന് വളരെ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനൻ സർക്കാർ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച വളരെ പോസിറ്റീവായി മാറിയിരിക്കുന്നു. അഥവാ ഹിസ്ബുള്ള കീഴടങ്ങലിന് തയ്യാറായിരിക്കുന്നു. നേരത്തെ ഇസ്രയേൽ ഒട്ടനവധി നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹിസ്ബുള്ള തയ്യാറാണ് എന്ന് ലെബനൻ രേഖാമൂലം അമേരിക്കയെ അറിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഒരു പ്രത്യേക നയതന്ത്ര സംഘം ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ബെയ്റൂത്തിലെത്തി. ഹിസ്ബുള്ള കീഴടങ്ങലിന് ഇപ്പോൾ തയ്യാറാകുന്നതിന് പിന്നിൽ എന്തെങ്കിലും അടവ് നയമാണോ, അതോ ഗത്യന്തരമില്ലാതെ അവർ ഒടുവിൽ ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നതാണോ? പ്രഥമ ദൃഷ്ടിയ തന്നെ യാതൊരു ഗതിയുമില്ലാതെ, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പരിപൂർണമായി സറണ്ടർ ചെയ്യുകയാണ്. അല്ല വേറെ മുന്നേ അവരുടെ മുന്നിൽ മാർഗ്ഗമില്ല. പക്ഷെ പശ്ചിമേഷ്യയിലെ ഈ സംഭവവികാസങ്ങളൊന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ മനസാക്ഷിയുള്ള ആരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഒക്കെയുള്ള ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. ഇത് പക്ഷേ ലോകത്തെവിടെയുമുള്ള തീവ്രവാദത്തിനുള്ള മുന്നറിയിപ്പാണ്. തീവ്രവാദം ആത്യന്തികമായി ഒന്നും നേടുന്നില്ല. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള മത തീവ്രവാദികൾക്കുള്ള മുന്നറിയിപ്പാണ് ഹമാസിന്റെയും ഹൂത്തിയുടെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ഈ ദയനീയമായ കീഴടങ്ങൽ. ഏറ്റവും കുറഞ്ഞത് 40,000-50,000 50,000 ഇടയ്ക്ക് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു കെട്ടിടം, അത് നിരവധി നിലകളുള്ള കെട്ടിടങ്ങൾ, അത് പണിതുയർത്തണമെങ്കിൽ എത്ര കാലത്തെ മനുഷ്യാധ്വാനം വേണം. നിമിഷാർത്ഥ നേരം കൊണ്ട് നമ്മുടെ മരടിലെ ഈ ഫ്ലാറ്റൊക്കെ താഴെ പോകുന്ന പോലെ പെട്ടെന്നാണ് ഈ കെട്ടിടങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞത്. ആളുകൾ അനാഥരാകും, ചികിത്സിക്കുന്നില്ല, ചികിത്സ സൗകര്യങ്ങളില്ല, ഭക്ഷണമില്ല. ആ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയത് തീവ്രവാദമല്ലേ? മറുവശത്ത് ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ ഒരു മാധ്യമ വക്താവിനെയാണ്. അഫീബ് എന്നുള്ള ഈ മാധ്യമ വക്താവ് കഴിഞ്ഞ കുറെ കാലമായി സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്നയാളാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. ഹസൻ നസ്രുള്ളയ്ക്ക് ശേഷം അഫീബ് കൂടി വീണതോടെ പൂർണ്ണമായും നിരാലംബരായി എന്ന് വേണം ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ നമുക്ക് കണക്ക് കൂട്ടാൻ. മറുവശത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഖമനേയിയെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. അലി ഖമനേയി വിഷമുള്ളിൽ ചെന്ന് അബോധാവസ്ഥയിലാണെന്നും കോമയിലാണെന്നും ഒക്കെ വളരെ ശക്തമായ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും ഇറാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ പൂർണ്ണമായി ഹിസ്ബുള്ള നിരാലംബരായി എന്ന് വേണ്ടേ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ? ഒരു വശത്ത് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് ഒരു കാരണവശാലും ഹിസ്ബുള്ള നിലത്ത് വീഴില്ല എന്ന് പ്രഖ്യാപിച്ച അലി ഖമനേയി നിൽക്കുന്നു. അലി ഖമനേയിയുടെ നിശബ്ദത അല്ലെങ്കിൽ അലി ഖമനേയിയെ കുറിച്ച് ഇപ്പോൾ വാർത്തകളൊന്നുമില്ല. മറുവശത്ത് ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒന്ന് തല ഉയർത്തി വന്നാൽ അപ്പോൾ തന്നെ അവരെ വധിച്ചു കളയുന്ന ഇസ്രായേൽ ശൈലി. നേരത്തെ ലെബനന്റെ തെക്കൻ ഭാഗത്തായിരുന്നു ആക്രമണം ശക്തമാക്കിയിരുന്നത്, പ്രത്യേകിച്ച് ലിറ്റാനി നദിക്ക് ഇപ്പുറത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ വടക്കൻ ലെബനിലേക്ക് കടന്ന് കരസേനയെ കൊണ്ട് ശക്തമായ ആക്രമണങ്ങളും റെയ്ഡുകളും ഒക്കെ നടത്തുന്നു. ഒരു വശത്ത് സിറിയയിലെ ഇസ്ലാമിക് ജിഹാദുകളുടെ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ ഈ ഒരു അഗ്രസീവ് നേച്ചറുള്ള ആക്രമണവും മറുവശത്ത് ഇറാൻ നിശബ്ദമായതുമാണോ ഇത്തരം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കാനുള്ള കാരണം? ഏതൊരു സംഘടനയും, പ്രത്യേകിച്ച് ഇത്തരം രാജ്യമായാലും സംഘടനയായാലും, അവരവരുടെ പ്രതിയോഗികളുടെ കഴിവിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് ഒരു യുദ്ധത്തിനിറങ്ങാവും. ഇപ്പൊ ഹമാസെന്നോ അല്ലെങ്കിൽ ഹൂത്തിന്നോ ഒക്കെ പറയുന്നത് തീവ്രവാദ സംഘടനകളാണ്. അപ്പോൾ അവർ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവർ ഇസ്രായേലിനെ കുറിച്ച് കാര്യങ്ങൾ കണക്കാക്കണമായിരുന്നു. വളരെ പ്രശസ്തമായ 7 Days War, ഇസ്രായേലിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചു വന്ന രാജ്യമാണ് ഇസ്രായേൽ. മ്യൂണിക്കിലെ അവരുടെ അത്ലറ്റുകളെ കൊന്നവരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്ത് പോയി അവന്റെ വാസസ്ഥലങ്ങളിൽ പോയി കൊന്ന രാജ്യമാണ്. ദൈവത്തിന്റെ ക്രോധം. അത് നമുക്ക് ഇസ്രായേലിനെ അങ്ങനെ എൻഡബേയിൽ ഉഗണ്ടയിലെ ഇദിയമീൻ പിടിച്ചു വെച്ചിരുന്ന യാത്രക്കാരെ മുഴുവൻ അവിടെ ചെന്ന് ഒരു രാജ്യത്തെ വിമാനത്താവളത്തിൽ മറ്റൊരു വിമാനത്തിൽ ഇറങ്ങി ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്ത യോനാഥൻ നെതന്യാഹുവിന്റെ സഹോദരനാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. സഹോദരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജൂതന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ
ഇവന്മാർക്ക് വലിയ മണ്ടത്തരം പറ്റി. ഉദാഹരണത്തിന് ഈ യുദ്ധത്തിൽ 3 മരണം എടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും പോകണ്ട. 45,000 50,000 പാവപ്പെട്ടവർ അവിടെ മരിച്ച അവിടെ ഇരിക്കട്ടെ, അതിന്റെ കാരണക്കാർ അവരല്ലല്ലോ. ആദ്യത്തെ ആള് ഇബ്രാഹിം റൈസിയാണ്. ഇറാനിലെ പ്രസിഡന്റ് ആയിരുന്നു, ഖൊമൈനിയുടെ സ്വന്തം ആളായിരുന്നു. ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് ഇപ്പോഴും പിന്നെ ഇറാൻ അറിയില്ല. അദ്ദേഹം മരിച്ചു. അതിൽ 2-3 തിയറികൾ വരുന്നു. ഒന്ന്, അലി ഖമനേയുടെ മകൻ മുജ്തബ പുതിയ പരമോന്നത നേതാവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ വെച്ച് തന്നെ നടന്ന എന്തെങ്കിലും അട്ടിമറിയുടെ ഭാഗമാണോ അന്ന് പരമോന്നത നേതാവായി അലി ഖമനേയ്ക്ക് ശേഷം വരും എന്ന് ഇറാൻ ഏറെക്കുറെ വിശ്വസിച്ച ഇബ്രാഹിം റൈസിയുടെ ഈ ദുരൂഹ മരണം? അല്ലാതെ നമുക്ക് വാദത്തിന് അങ്ങനെ സംഭവിച്ചാൽ തന്നെ തൊട്ടുപുറകെ വന്ന ഇസ്മായിൽ പിന്നെ ഹനിയ എങ്ങനെ കൊല്ലം? പക്ഷെ അത് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് അയാളെവിടെ വെച്ചാ കൊല്ലപ്പെടുന്നത്? ഇറാന്റെ ഏറ്റവും കടുത്ത സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അവരുടെ പട്ടാള ക്യാമ്പിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോഴാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. അവിടിട്ട് അയാളെ കൊല്ലാൻ ഇസ്രായേലിന് അറിയാമെങ്കിൽ ഇവർക്ക് ഇതിന്റെ ഒന്നും വലിയ പ്രശ്നമില്ലല്ലോ. രണ്ടാമത് വന്ന അവസാനം കൊല്ലപ്പെട്ട ആള് യഹ്യ സിൻവർ, അയാള് ഭൂഗർഭ പിന്നെ ഒളിത്താവളത്തിൽ യാദൃച്ഛികമായി കയ്യിൽ കിട്ടിയതാണ് എന്ന് ഇസ്രായേൽ തന്നെ പിന്നീട് അത് ഇസ്രായേലിന്റെ പറച്ചിലല്ലേ. അതൊരു പക്ഷെ ഇസ്രായേൽ ഒരു യുദ്ധസമയത്ത് ഒരു രാജ്യവും കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെ രണ്ടുപേരെയും പ്ലാൻ ചെയ്താൽ കൊല്ലുന്നതെങ്കിൽ അവസാനത്തെ ഈ യഹ്യ സിൻവറിന് മാത്രം അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ്? വരണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ പ്രശ്നം, ഇസ്രായേലുമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ഒരിടത്തും വിജയം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവരുടെ വിജയം നമ്മുടെ പിന്നെ മീഡിയ വണ്ണം ആഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഫലത്തിൽ നമ്മൾ ഒരിടത്തും അവരുടെ വിജയം നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ആയത്തുള്ള അലി ഖമനെ ഇപ്പോൾ വിഷം ചെന്ന് അബോധാവസ്ഥയിലാണ്, കോമയിലാണ് എന്ന് പറയുന്നതിലും ഇസ്രായേലിന്റെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകാമല്ലോ. മറുവശത്ത് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അക്കാര്യം ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അലി ഖമനി പിന്നെ ഏതാ വിഷം ചെന്നാലും ശരി, പേജർ പൊട്ടിയാലും ശരി, എന്താ പൊട്ടിയെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും അദ്ദേഹം ആസന്ന മരണത്തിലേക്ക് അടുക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദികളെ ഇസ്രായേൽ തന്നെ ആയിരിക്കാൻ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം സ്വയം മനസ്സിലാക്കേണ്ടത്, അലി ഖമനിക്ക് എതിരെ ശക്തമായ ജനവികാരം ഇസ്രായേലുണ്ട്. കാരണം ഇറാനിലുണ്ട്. ഇറാന്റെ പ്രശ്നം, ഇറാനിലെ ഒരു പുതുതലമുറ അവരൊരുപാട് പ്രത്യാശയുള്ള ഒരു തലമുറയാണ്. അവരെ വീണ്ടും മതമൗലികവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ അവരെതിരാണ്. കാരണം ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിച്ച് വന്നൊരു ജനതയായിരുന്നത് ഷായുടെ കാലഘട്ടത്തിൽ. ഇപ്പൊ അവരെ പഴയ പൗരോഹിത്യത്തിന്റെ ആധിപത്യത്തിൽ അവരെ പുറകോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായി വിയോജിപ്പുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഇറാനിലെ അത്തരം ആളുകളെ, പരിഷ്കരണവാദികളെ അടിച്ചമർത്തി മതമൗലികവാദം അടിച്ചേൽപ്പിക്കുകയാണ് അലി ഖൊമൈനി ചെയ്തിരിക്കുന്നത്. അപ്പൊ അലി ഖൊമൈനി എന്ന് പറയുന്ന ആളൊരു ജനകീയ നേതാവേ അല്ല. അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വരില്ല. കടുത്ത സെക്യൂരിറ്റിയിൽ എവിടെയോ ഒരിടത്ത് താമസിക്കുന്ന ഒരാളാണ്. അജ്ഞാതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഭരിക്കുന്നത്. അല്ലാതെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ നേതാക്കന്മാരെ പോലെ വെളിയിലിറങ്ങി നടക്കുന്നവനല്ല. വെളിയിലിറങ്ങി തല്ലിക്കൊല്ലും ആളുകൾ, അതാ വാസ്തവം. ഇവിടെ അലി ഖൊമൈനി മരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് ലോക സമാധാനത്തിന് ഇറാനും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇറാനിന്റെ ഒരു ഗുണവും ചെയ്തില്ല. ഇറാന്റെ സ്വത്തുക്കൾ, ഇറാന്റെ സോഴ്സസ് മുഴുവൻ, ഭൗതിക ശേഷി മുഴുവൻ ആയുധം വാങ്ങിക്കാൻ ഉപയോഗിച്ച ഒരാളാണ്. ഈ ആയുധങ്ങൾ ശേഖരിച്ചിരുന്നത് മുഴുവൻ 2.5 മണിക്കൂറിൽ താഴെ സമയമേ ഇസ്രായേലിന് വേണ്ടി വന്നുള്ളൂ. ഇനി അവിടെ നിന്ന് ഒരു റോക്കറ്റും പൊങ്ങില്ല. ഇന്നലെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം സ്ഥിരീകരിച്ചു. അന്ന് തങ്ങൾ ആക്രമിച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്ന് അവരുടെ ആണവ ഉൽപാദന കേന്ദ്രമായിരുന്നു എന്ന്. നേരത്തെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ പക്ഷെ അവരുടെ ആണവ നിർമ്മാണശാലയ്ക്ക് നേരെ വരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ട് ഇവർക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. അലി ഖമനിയെ ആഹ്വാനം ചെയ്തു തുടർച്ചയായി സൈന്യത്തോട് തിരിച്ചടിക്കണമെന്ന്. പക്ഷെ സൈന്യം മുഖം തിരിച്ചു. അതെങ്ങനെ സ്വയമനെ 100 വിമാനങ്ങളാണ് ഇറാന്റെ അതിർത്തി കടന്ന് ഇറാനിലേക്ക് ചെന്നത്. അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ ടാർഗറ്റും, അവർ ആഗ്രഹിച്ച ലക്ഷ്യമാക്കിയിരുന്ന എല്ലാ ടാർഗറ്റുകളും അവർ അറ്റാക്ക് ചെയ്തു. ഏതാണ്ട് ഈ അറ്റാക്കോടുകൂടി 40 വർഷം പിറകിലോട്ട് പോയി ഇറാൻ ആയുധശേഷിയുടെ കാര്യത്തിൽ. ഈ 100 വിമാനങ്ങളും അവിടെ വന്ന് ആക്രമണം നടത്തിയിട്ട് വളരെ സുഗമമായി അവർ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്ത് പ്രത്യാക്രമണമാണ് പിന്നെ ഇറാന് നടത്താൻ കഴിഞ്ഞത്? അല്ല, ഇറാഖി വ്യോമ മേഖല പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ലെബനനും സിറിയയും ഒക്കെ ഇസ്രായേലിന്റെ കൈപ്പിടിയിലുള്ള വ്യോമ മേഖലയാണ്. ശരി, സമ്മതിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലൂടെയോ അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ പിന്നെ ശ്രീലങ്കയുടെ വ്യോമ മേഖലയിലൂടെയോ നമ്മുടെ രാജ്യത്ത് കടന്നു വന്ന് ഒരാൾ ആക്രമിച്ചിട്ട് പോയി, ഏത് വ്യോമ മേഖല കടന്നു വന്നാലും നമ്മുടെ വ്യോമ മേഖലയിലേക്കല്ലേ കടക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തവൻ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അത് തുറന്നു കൊടുത്താൽ പോലും അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിലെ
ഇറാൻ പരിപൂർണമായി പരാജയപ്പെട്ടില്ലേ? അപ്പൊ ഇറാന്റെ പരാജയമാണ് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ഈ തകർച്ച അല്ലേ? അങ്ങനെ വേണം. അതിൽ സംശയമില്ല. ഇവരെ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇറാൻ തന്നെയാണ്. ഇതിന്റെ കാര്യം വെച്ചാല് സൗദി അറേബ്യക്ക് ഇവരോട് യോജിപ്പില്ല. ജോർദാൻ ഏതാണ്ട് മാനസികമായി ഇസ്രായേലിനോടൊപ്പമാണ്. ഈജിപ്റ്റ് മാനസികമായി ഇസ്രായേലിനോടൊപ്പമാണ്. സൗദി അറേബ്യയുടെ സഹായമില്ല. UAE ഇവർക്കെതിരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ മാത്രമല്ലേ ഉള്ളൂ ഇവരെ സഹായിക്കുന്നത്. അതിന്റെ പിന്നിൽ സുന്നി ഷിയ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ സുന്നി ഷിയ പ്രശ്നമാണെങ്കിലും ആത്യന്തികമായി അത് പശ്ചിമേഷ്യയിലെ അസമാധാനവും അതുപോലെ തന്നെ അക്രമവും ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് അത്തരം ശക്തികളെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരവസരമായിട്ട് നമ്മൾ അതിനെ ലെബനനിൽ അത് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവിടെ ലെബനൻ ജനതയിൽ 30% താഴെ മാത്രമാണ് ഷിയ വിഭാഗക്കാരുള്ളത്. അവരുടെ പിന്തുണയെ ഹിസ്ബുള്ളക്ക് ഇതുവരെ ആർജിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ 1992 മുതൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കടക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുള്ള ഒടുവിൽ ക്യാബിനറ്റിലെത്തി. ഇപ്പോൾ അവിടെ സർക്കാർ തലത്തിൽ ഒരു നിർണായകമായ തലത്തിലേക്ക് വളരുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ഇസ്രായേലിന്റെ ആക്രമണം. ഒടുവിൽ ലെബനൻ ജനങ്ങൾ ഹിസ്ബുള്ളക്കെതിരെ തിരിയുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലെബനനിലെ ജനത സമാധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള പൂർണ്ണമായി ആയുധം താഴെ വെക്കണമെന്നാണ് ജനത പറയുന്നത്. അത് അത്തരത്തിൽ കലാശിക്കുമോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തെക്കൻ ലെബനൻ ഏതാണ്ട് പൂർണ്ണമായി ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തെക്കൻ ലെബനന്, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് അവർക്ക് നഷ്ടപ്പെട്ടു. ഗാസ അവർക്ക് നഷ്ടപ്പെട്ടു. അവിടേക്കൊക്കെ ഇനി ഇസ്രായേലി കുടിയേറ്റമാണ് നടക്കുന്നത്. ഈ നഷ്ടപ്പെട്ട സ്ഥലം പഴയതുപോലെ ഇസ്രായേൽ തിരിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം പകലുപോലെ വ്യക്തമാണ്. അത് കൊടുത്താൽ അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നഷ്ടപ്പെട്ട സ്വത്തുക്കൾ, ഇപ്പോൾ നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അതിനെ തിരിച്ചു പിടിക്കുക. അധിനിവേശത്തിന്റെ ഒരു സ്വഭാവം വരും. ഇപ്പൊ പാലസ്തീൻ ഒരിക്കലും അവർക്ക് കൈയടക്കാൻ കഴിയില്ല. കാരണം അതൊരു വംശഹത്യയും അധിനിവേശവും ഒക്കെ എല്ലാ കാലത്തും ഇസ്രായേലിന് മേൽ ആരോപിക്കപ്പെടുന്ന ഒരു സംഭവമായി മാറും. അവരുടെ സൈന്യത്തിന്റെ നിരീക്ഷണത്തിൽ ഒരു പക്ഷേ മറ്റൊരു രാജ്യമായി അംഗീകരിച്ച് പലസ്തീനെ ഒരു സംവിധാനമാക്കി മാറ്റിയേക്കാം. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാലേ, നമ്മളിപ്പം വെസ്റ്റ് ബാങ്കും ഗാസായും ഇസ്രായേലിന് നഷ്ടപ്പെട്ടാൽ ഇന്നും ഇസ്രായേലിന് സ്ഥിരമായ തലവേദനയായിരിക്കും. അല്ല, വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ അധിനിവേശ പ്രദേശങ്ങളുണ്ട് വെസ്റ്റ് ബാങ്കിൽ. അതവർ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രദേശങ്ങൾ ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്ന നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. തൊട്ടിപ്പുറത്ത് ഗോലാൻ കുന്നുകളുടെ കാര്യത്തിൽ പരിപൂർണമായി ഇസ്രായേലിന് അനുമതി കൊടുത്തിരിക്കുന്നു ട്രംപ്. ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ അവകാശപ്പെട്ട ഭൂഭാഗമാണ്. പക്ഷേ പലസ്തീനെ സെപ്പറേറ്റ് ചെയ്ത് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി അവരെ ഒരു രാജ്യമാക്കി അംഗീകരിക്കണമെന്ന ഫോർമുലയാണല്ലോ ട്രംപും മരുമകനും ഒക്കെ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കില്ലേ? അല്ല, അത് ഇസ്രായേലിന് നിയന്ത്രണമുള്ള ഒരു പ്രദേശമായി അതിനെ നിലനിർത്തിയാൽ മതി. അത് ഞാൻ പറഞ്ഞു വന്നത് ഫലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന, ഉദാഹരണത്തിന് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട സമയത്ത് ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, യാസർ അരാഫത്ത്. ഞങ്ങളൊക്കെ വലിയ ഫാനായിരുന്നു, യാസർ അരാഫത്തിന്റെ ഫാനായിരുന്നു. പത്രങ്ങളേ ഉള്ളൂ. യാസർ അരാഫത്ത് UN പ്രസംഗിച്ചു, ഒലിവലയുമായി പ്രസംഗിച്ചു എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ അന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുമ്പോഴേ യാസർ അരാഫത്തിനെ കോട്ട് ചെയ്താണ് പറയുന്നതൊക്കെ. അപ്പൊ യാസർ അരാഫത്ത് എന്ന് പറഞ്ഞ ഒരാള് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, പത്രത്തിൽ പടമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പാലസ്തീൻ ജനതയുടെ ലിബറേഷന് വേണ്ടി നടത്തുന്ന ഒരു ഫൈറ്റ് ലോകം അംഗീകരിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായി ഇന്ത്യയിലുണ്ടായി. ഈ തെക്കേറ്റത്ത് കിടക്കുന്ന കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്തും ഉണ്ടായി. ഇപ്പൊ പാലസ്തീനിൽ ആക്രമണം നടക്കുന്നു. ഏതെങ്കിലും ഒരാള് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസിനെയോ ഹൂതിയോ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതില് ജനാധിപത്യത്തിന്റെ ഒരു തകിടം മറിച്ചിട്ടുണ്ട്. ആദ്യം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ആ സംവിധാനം പിന്നീട് ഒരു തീവ്രവാദ സംഘടനയായി അധംപതിച്ചു പോയി. പിന്നീട് പാലസ്തീന്റെ വിമോചനവും പാലസ്തീന്റെ ജനാധിപത്യവൽക്കരണവുമായി കടന്നു വന്ന ഫത്ത പാർട്ടി, ആ ഫത്ത പാർട്ടിയെ വകഞ്ഞു മാറ്റിയാണ് പിന്നീട് ഹമാസ് ഭരണത്തിലേറുന്നത്. ഹമാസ് പക്ഷേ കൃത്യമായി ഇറാൻ ഫണ്ടിങ് ഉള്ള ഒരു ഭീകര സംഘടനയായിരുന്നു. അവരുടെ സ്വഭാവവും അവരുടെ അധിനിവേശ രീതികളും ഇസ്രായേലിനോടുള്ള സമീപനവും ഒക്കെ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് ആയുധം കൊടുത്ത് അവരെ പോഷിപ്പിച്ചത് ഇറാൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യത്തിന്റെ ഒരു തകിടം മറിയൽ തന്നെയാണ് ഈ ഒരു ഭീകര പ്രസ്ഥാനം അവിടെ വളർന്നു വരികയും ഇറാന്റെ സ്വാധീനം ശക്തമാവുകയും അത് ഇസ്രായേലിന് നേർക്ക് കടുത്ത ഒരു സുരക്ഷാ ഭീഷണിയായി മാറുകയും ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലോക ജനതയ്ക്ക് പലസ്തീനോട് ഒരു ഐക്യദാർഢ്യം പോലും പ്രകടിപ്പിക്കാൻ വയ്യാതായിരിക്കുന്നത്. അല്ല, ശരിയല്ലേ? അല്ല, അതിനകത്ത് ഒരു വശമുള്ളത്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLOയ്ക്ക്
ലോകം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, യാസർ അരാഫത്ത്. ഫത്താ പാർട്ടി കുറച്ചുകൂടെ പൊളിറ്റിക്കലായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി. പക്ഷെ ഫത്താ പാർട്ടിക്ക് ഒരു പ്രോമിനന്റ് നേതാവിനെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള അഫിലിയേഷൻ, പിന്നീട് ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, തുടർന്ന് അവർ തന്നെ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ രീതിയിൽ പെരുമാറുന്നു. അതാണ് അവർക്ക് സംഭവിച്ചത് അല്ലെ? ജനാധിപത്യം വിട്ട് മറ്റ് സായുധ അക്രമത്തിലൂടെ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചതല്ലേ? അല്ല, അത് ലോക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിലെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ലോകത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടങ്ങൾക്ക് താൽക്കാലികമായ നിലനിൽപ്പേ ഉള്ളൂ എന്ന് തെളിയിച്ച 1000 സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ശക്തി പ്രാപിച്ച കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, റഷ്യയും ചൈനയും പിന്നെ അതുപോലെ തന്നെ റുമേനിയയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ. ഇന്നും പുതിൻ അതേ രൂപത്തിൽ പുതിന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഓക്കെ, പുതിൻ തെരഞ്ഞെടുക്കപ്പെട്ട. ഷീ ജിൻപിങ് വേറെ. ഞാൻ പറഞ്ഞു വന്നത്, ഷീ ജിൻപിങ് എത്ര കാലം തുടരും എന്ന് നമുക്ക് കണ്ടറിയാം. പുതിൻ ഇപ്പം നിൽക്കുന്നതും പുതിനെ പ്രതിയോഗിയെ ഒതുക്കിയിട്ടാണെങ്കിലും ഒരു പരിധിവരെ ജനാധിപത്യം ഉണ്ടല്ലോ. സ്റ്റാലിനെ അവിടെ ആരാ തെരഞ്ഞെടുത്തത്? ക്രൂഷ്ചേവിനെ ആരാ തെരഞ്ഞെടുത്തത്? പുതിനെ തെരഞ്ഞെടുത്തൊരു ജനതയുണ്ടല്ലോ. റിസൾട്ട് ഇന്നും ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവിടെ തകർന്നു പോയി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ സംഭവിച്ചത് ജനാധിപത്യത്തിന്റെ ഒരു എലിമെന്റ് കമ്മ്യൂണിസത്തിൽ ഇല്ലാതായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ ജനാധിപത്യത്തിന്റെ എലിമെന്റ് ഇല്ലാതായി. അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നു വിടാനുള്ള കാരണം. അല്ല, പിന്നീട് ഇത്തരം ഇടപെടലുകൾ പലതും ഏകാധിപത്യ സ്വഭാവം കൈവരിച്ച ഭരണകൂടം ആയി മാറിയ സദാം ഹുസൈനെതിരെ, അല്ലെങ്കിൽ പിന്നീട് അഫ്ഗാനിലെ താലിബാൻ ഭരണത്തിനെതിരെ, അൽ ഖ്വയ്ദയുടെ വളർച്ചയ്ക്കെതിരെ നിലപാടെടുത്തത് അമേരിക്ക തന്നെയല്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും അമേരിക്കയാണ് ഈ ഭീകരവാദത്തെ വളർത്തി. ഇന്നും അമേരിക്കയാണ്. അതിന്റെ തർക്കമുള്ളൊരു കാര്യമേ അല്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഭീകരവാദത്തെ അവർ ഫലപ്രദമായി ഉപയോഗിച്ചു. ഇന്ന് അതിന് അമേരിക്ക ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വില കൊടുത്തുകൊണ്ടിരിക്കുക. വേൾഡ് ട്രേഡ് സെന്ററിൽ അടി കിട്ടിയപ്പോഴാണ് അമേരിക്ക മനസ്സിലായത് അവർ വരം കൊടുത്തത് ഭസ്മാസുരനാണെന്ന് വരം കൊടുത്തതെന്ന് അവർക്ക് മനസ്സിലായത്. ഇപ്പോൾ അമേരിക്ക അവരുടെ ആ മനോഭാവം മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ട്രംപിന്റെ നിലപാട് ഇറാനെതിരെ പഴയ ട്രംപ് ഭരണകൂടത്തിന്റെ അതേ നിലപാടോ അതോ അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പത്തിലുള്ളതോ ആകുമോ? അല്ല, ഈ ട്രംപ് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം കൃത്യമായും ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നിൽക്കുന്നത്. ഇസ്രയേലിന്റെ അവകാശങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹത്തിന് തയ്യാറില്ല. സോ ബൈഡൻ കുറച്ചുകൂടെ ആടിക്കളിക്കുകയായിരുന്നു. ട്രംപ് അങ്ങനെയല്ല. ബൈഡൻ കാണിച്ച ഏറ്റവും വലിയ ബുദ്ധിശൂന്യത അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചാണ്. അതോടെ ഏഷ്യയിൽ അവർക്കൊരു ഫുട്ടിംഗ് ഇല്ലാതായി. അതിന് തുടക്കമിട്ടത് ട്രംപ് തന്നെയായിരുന്നു. അന്ന് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചുകൊണ്ടായിരുന്നു ട്രംപ് തന്റെ അവസാന ടേം പൂർത്തിയാക്കിയത്, തുടർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ ഒരു അനന്തരഫലമല്ലേ ഇറാഖിൽ ഇറാന്റെ ശക്തി കൂടിയത്, സിറിയയിലും ഇറാന്റെ പാവഭരണകൂടത്തെ നിലനിർത്താൻ കഴിഞ്ഞത്. അല്ലാതെ ആ പ്രദേശത്ത് അവരെ ബാലൻസ് ചെയ്യാനായിട്ട് ഇസ്രായേൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയല്ല. അഫ്ഗാനിസ്ഥാൻ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു രാജ്യങ്ങളിലൊന്നാണ്. മറ്റൊരു രാജ്യത്തിന് വേണ്ടി എന്തിനാണ് അമേരിക്കൻ സേനാംഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത്? അമേരിക്കയിൽ ഉയർന്ന വലിയൊരു വൈകാരിക തലത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു ഒടുവിൽ ബൈഡൻ ഭരണകൂടം സൈന്യത്തെ പിൻവലിക്കുന്നതിൽ. അല്ലാതെ ബൈഡൻ ഭരണകൂടം ഉദാഹരണത്തിന് വിയറ്റ്നാമിലെ 10-25 വർഷം അവരെ അധിനിവേശം നടത്തി. അവസാനം അവർക്ക് ഒഴിയേണ്ടി വന്നു. വിജയിക്കാനാവാത്ത അഫ്ഗാനിലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിനെ എവിക്റ്റ് ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനെ അനാഥമാക്കിയിട്ട് അങ്ങ് പോവാണ്. അങ്ങനെയാണ് പെട്ടെന്ന് താലിബാൻ അവിടേക്ക് വന്നത്. അതിന് പകരം അഫ്ഗാനിലെ സുസ്ഥിരമായ ഒരു ഗവൺമെന്റ്, ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഗവൺമെന്റ് ഉണ്ടാക്കി ഘട്ടം ഘട്ടമായിട്ട് അമേരിക്ക പിന്നോട്ട് മാറിയിരുന്നുവെങ്കിൽ ഈ അപകടം ബൈഡന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സംഭവിക്കുമായിരുന്നില്ല. പെട്ടെന്ന് അഫ്ഗാൻ താലിബാന്റെ കയ്യിലേക്ക് അങ്ങ് പോയി. അതോടുകൂടി അമേരിക്കയ്ക്ക് അവിടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതായിപ്പോയി. അതൊരു തന്ത്രപരമായ ഒരു വിഡ്ഢിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയൊരു ഇസ്രായേലിന്റെ ആത്യന്തിക വിജയത്തിൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ ചെന്ന് അവസാനിക്കുമോ? ഇസ്രായേൽ ആത്യന്തികമായി വിജയം നേടിക്കഴിഞ്ഞു. ഇസ്രായേൽ വളരെ കൃത്യമായി നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം, ഗുട്ടറസ് പോലും ആ രാജ്യത്ത് കയറരുതെന്ന് പറഞ്ഞു. നമ്മുടെ UN സെക്രട്ടറി ജനറൽ എൻ്റെ രാജ്യത്ത് വരരുതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ ഗുട്ടറസിന്റെ നിലവാരം താഴെ പോയി. അപ്പം ഇവിടെ സംഭവിച്ചത്, ലോകത്താരെതിർത്താലും ശരി, എൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് എൻ്റെ വിഷയം, അതിനകത്ത് കോംപ്രമൈസ് ഇല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കാനുള്ള കഴിവും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ശേഷിയും ശേമുഷിയും ഉള്ള നേതാവാണ് നെതന്യാഹു തെളിയിച്ചു. അതുകൊണ്ടാണല്ലോ ഈ ആത്യന്തിക യുദ്ധത്തിൽ ഇത്രയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം അവർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യം, അടുത്ത സമയത്തൊന്നും
ഇനി എന്തായാലും ശരി, ഇത്തരം സംഘടനകൾ ഹമാസ് ആയാലും ശരി, ഹൂതി ആയാലും ശരി, അല്ലെങ്കിൽ ഹിസ്ബുള്ള ആയാലും ശരി, അവരെ പെട്ടെന്ന് ഇസ്രയേലിലേക്ക് ഒരു അധിനിവേശം നടത്താനോ അക്രമം നടത്താനോ തയ്യാറാവില്ല. പശ്ചിമേഷ്യയിലേക്ക് സമാധാനം അധികം താമസിക്കാതെ കടന്നു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വളരെ നന്ദി പ്രൊഫസർ കോന്നി ഗോകുമാർ. നന്ദി, നമസ്കാരം.